സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. അതാണ് ഫസ്റ്റ് മോഡ്യൂൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാം, എന്നിട്ട് ഇത് ഒന്ന് കാണാം. ഓക്കെ, ലൈക്ക് ബേസിക്കലി ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിനെ പറ്റി ഒന്നും ലൈക്ക് കേട്ടിട്ടില്ലാത്തവർക്ക് ഏറ്റവും യൂസ്ഫുൾ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് logistics and transportation. Okay, meaning of transportation: it refers to the movement of people or goods from one place to another using various modes such as road, rail, air or sea. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ ബേസിക് മീനിങ്, ഇപ്പോൾ നമുക്കൊരു ഗുഡ്സ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് പോയിന്റ് എന്ന് പോയിന്റ് ബിയിലോട്ട് എത്തിക്കണം. ഓക്കെ, അത് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ പീപ്പിൾ ആകാം. ഫ്രം വൺ പ്ലേസ് ടു അനദർ, അതാണ് പോയിന്റ് എ ടു പോയിന്റ് ബി, യൂസിങ് വേരിയസ് മോഡ്സ് സച്ച് ആസ് റോഡ്, റെയിൽ, എയർ ഓർ സീ. റോഡോ എയറോ സീ കൂടെയോ എവിടെ കൂടെ വേണമെങ്കിലും, ഏത് മീഡിയം ത്രൂ വേണമെങ്കിലും നമുക്ക് പീപ്പിളിനെയോ അല്ലെങ്കിൽ ഗുഡ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ട്രാൻസ്പോർട്ടേഷന്റെ അർത്ഥം. അടുത്ത ഇമ്പോർട്ടൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ: എക്കണോമി ഓഫ് ഗ്രോത്ത് എന്ന് വെച്ചാൽ ലൈക്ക് ഇറ്റ് ഹെൽപ്സ് ടു ഫെസിലിറ്റേറ്റ് ഗ്രോത്ത് ഓഫ് ദ ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ബേസിക്കലി ഇപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങി. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം എത്താൻ പറ്റുന്ന നമ്മുടെ ആ ഒരു സറൗണ്ടിങ്സിലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുത്തെ ഒരു കസ്റ്റമർ ബേസിനെ മാത്രം അട്രാക്ട് ചെയ്ത് അവരുടെ സാധനങ്ങൾ, അവരുടെ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്ത് അവരുടെ നമുക്ക് പൈസ കിട്ടുള്ളൂ. അതേസമയം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്ട്സ് നമുക്ക് ഡിസ്റ്റൻസ് പ്ലേസിൽ വരെ നമുക്ക് നമ്മുടെ സാധനങ്ങൾ വിൽക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ പീപ്പിളിന്റെ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. ഹെൻസ് നമ്മുടെ പ്രൊഡക്ഷൻ കൂടുകയും ചെയ്യും, നമുക്ക് പ്രോഫിറ്റ് കൂടുകയും ചെയ്യും. നമ്മുടെ പ്രോഫിറ്റ് കൂടിയാൽ ഓഫ്കോഴ്സ് നമ്മുടെ ചുറ്റുവട്ട എക്കണോമി ഗ്രോത്ത് ഉണ്ടാകും. ഓക്കെ, അതാണ് ബേസിക് മീനിങ്. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ അതിൽ പൈസ വരുമ്പോൾ നമ്മുടെ ക്വാളിറ്റി ഓഫ് നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ആകും. അടുത്ത, ഇറ്റ് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ബൈ പ്രൊവൈഡിങ് ആക്സസ് ടു ഗുഡ്സ്, സർവീസസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഓഫ്കോഴ്സ് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിളിൽ നമ്മളായിരുന്നു ഒരു എക്സ്പോർട്ടർ. ലൈക്ക് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടായി, അത് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്ത് മൾട്ടിപ്പിൾ സ്ഥലത്ത് നമ്മൾ എത്തിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി പ്രോഫിറ്റ് കൂടി. അതേസമയം നമ്മളെ പോലെ തന്നെ വേറെ ആളുകൾ വേറെ ദേശത്ത് കാണും. അപ്പോൾ അവരുടെയും നല്ല നല്ല പ്രോഡക്ട്സ്, ഇപ്പോൾ പല സ്ഥലത്തും പല സാധനങ്ങൾ ഫേമസ് ആണ്. അവിടുത്തെ സാധനങ്ങളായിരിക്കും ഇവിടുത്തെ സാധനങ്ങളായിട്ടും കിടിലങ്ങൾ. അപ്പോൾ ആ സാധനങ്ങൾക്കും നമ്മളെടുത്ത് എത്താൻ എളുപ്പമായിരിക്കും. ഓക്കെ, കാരണം അവിടെ ഉള്ളവരും ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്ത് അവിടുത്തെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യ എന്തിനു വേണ്ടിയാണ് ഏറ്റവും ഫേമസ്? സ്പൈസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്പൈസസ് അമേരിക്കയിൽ എങ്ങനെയാണ് എത്തിപ്പിക്കുന്നത്? യൂസിങ് ട്രാൻസ്പോർട്ടേഷൻ ഇല്ലെങ്കിൽ അമേരിക്കയിലുള്ളവർക്ക് ഇന്ത്യൻ സ്പൈസസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ തന്നെ അമേരിക്കയിൽ വെൽ നോൺ ആയിട്ടുള്ള സാധനങ്ങളും ട്രാൻസ്പോർട്ടേഷൻ ത്രൂ ആണ് ഇന്ത്യയിലോട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് ബേസിക് ആയിട്ട് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇറ്റ് എനേബിൾസ് ഗ്ലോബലൈസേഷൻ ബൈ കണക്ടിങ് ബിസിനസ് ആൻഡ് മാർക്കറ്റ് വേൾഡ് വൈഡ്. ഓഫ് കോഴ്സ് നമ്മുടെ അമേരിക്കയിലുള്ളവർക്ക് ഇന്ത്യൻ മാർക്കറ്റ് ആക്സസ് ചെയ്യാനും ഇന്ത്യയിലുള്ളവർക്ക് അമേരിക്കൻ മാർക്കറ്റ് ആക്സസ് ചെയ്യാനും ഇതൊരു മീഡിയം ആയിട്ട് യൂസ് ചെയ്യാം. നല്ല എളുപ്പമായിരിക്കും. ഓക്കെ, പിന്നെ എമർജൻസി സർവീസസ്. ഇറ്റ് ഇംപ്രൂവ്സ് ക്രിട്ടിക്കൽ സർവീസസ് ഡ്യൂറിങ് എമർജൻസി. എക്സാമ്പിൾ, ഡിസാസ്റ്റർ റിലീഫ് ആൻഡ് മെഡിക്കൽ ട്രാൻസ്പോർട്ടേഷൻ. ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്ത് പറയണേ, നമുക്ക് പണ്ടെപ്പോഴും കാശ്മീരിൽ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് വരെ സാധനങ്ങൾ ഡൊണേറ്റ് ചെയ്തു. അത് ട്രാൻസ്പോർട്ടേഷൻ ത്രൂ ആണ് ഇവിടെ നിന്ന് കാശ്മീർ വരെ എത്തിപ്പിച്ചു. പിന്നെ അവസാനം അവിടെ ഫ്ലഡ് ആയതുകൊണ്ട് അവിടെ ഹെലികോപ്റ്റർ വഴിയാണ് ഡ്രോപ്പ് ചെയ്ത സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം എമർജൻസി സിറ്റുവേഷനിലും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഫോർ ലൈക്ക് ഡിസാസ്റ്റർ റിലീഫ്, അവിടെ അവരുടെ വീടെല്ലാം അടിച്ച് ഒലിഞ്ഞങ്ങ് പോയി. അപ്പോൾ അവരുടെ ഒന്ന് ഫുഡ് പോലും ഇല്ല, ബേസിക് നീഡ്സ് പോലും ഇല്ല. അപ്പോൾ അതെല്ലാം നമ്മൾ ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് ട്രാൻസ്പോർട്ടേഷൻ മീഡിയം ത്രൂ ആണ് അവരുടെ സപ്പോർട്ട് ചെയ്തത്. ഓക്കെ, അടുത്ത് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, ഒന്ന് റോഡിൽ യൂസ് ചെയ്യാൻ നമുക്ക് ട്രക്ക് ആകാം, ഇപ്പോൾ റെയിൽ ആണെങ്കിൽ നമുക്ക് ട്രെയിന്, സീലാണെങ്കിൽ ഷിപ്പ്, എയർ ആണെങ്കിൽ ഓഫ്കോഴ്സ് എയ്റോപ്ലെയിൻ. അതൊക്കെയാണ് മോഡ്. മീൻസ് എന്ന് പറയുമ്പോൾ ഈ സാധനങ്ങളെല്ലാം ഏത് മീൻസ് വഴിയാണ് പോകുന്നത്. അപ്പോൾ അതെല്ലാം റോഡ്, റെയില്, സീ, എയർ, അങ്ങനെ. ഓക്കെ, അതാണ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, സിമ്പിൾ ആസ് ദാറ്റ്. ഇപ്പോൾ ബേസിക്കലി ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോൾ ചിലവർക്കെങ്കിലും തോന്നും ഇതൊക്കെ ഭയങ്കര ബേസിക്സ് ആണ്, ഇതാണോ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഇങ്ങനെയാണ്. അപ്പോൾ ബേസിക്കലി അങ്ങനെ അല്ല സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെ ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എല്ലാവർക്കും ഒരേപോലെ അറിയണമെന്നില്ല. ചിലവർക്ക് ഇതിനെപ്പറ്റി നോളേജ് കാണും, മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും. ചിലവർ ഇതിനെപ്പറ്റി കേട്ടിട്ടേ ഉണ്ടാവില്ല, അവർക്ക് ഇത് എന്തെന്ന് പോലും അറിഞ്ഞുകൂടായിരിക്കും. അപ്പോൾ നമ്മൾ അവരെയും കൺസിഡർ ചെയ്തിട്ടാണ് ഫ്രം ദ ഏറ്റവും ബേസ് സ്ക്രാച്ചിൽ നമ്മൾ തുടങ്ങിയാണ് പഠിപ്പിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതൊന്നും അറിഞ്ഞൂടാത്തവനും മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ ഇതിൽ നിന്ന് തന്നെ പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് തോന്നിയാണ് ഇത് ശാലയുടെ എളുപ്പമാണ്, ഇതൊക്കെ എനിക്ക് അറിയാം എന്ന് തോന്നുന്നത്, ഓഫ് കോഴ്സ് യു ക്യാൻ സ്കിപ്പ് ടു ദ നെക്സ്റ്റ് വീഡിയോ. കാരണം നിങ്ങൾക്ക് ഇത് കണ്ട് സമയം കളയുന്നതിനെക്കാട്ടും നല്ലതായിരിക്കും നിങ്ങൾക്ക് എവിടെ നിന്ന് അറിയാമോ അവിടെ നിന്ന് കണ്ടു തുടങ്ങുക. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2-3 വീഡിയോ കൂടെ കഴിയുമ്പോഴത്തേക്കും
നിങ്ങൾക്ക് ബേസിക്കലി എന്താ പറയുക, നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു തുടങ്ങും. ലൈക്ക് നമ്മൾ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ എന്താണ് നമ്മൾ ഓൺ ഗ്രൗണ്ടിൽ പഠിക്കാൻ പോകുന്നത്, നമുക്ക് ഓൺ ഗ്രൗണ്ടിൽ യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പതിയെ മനസ്സിലായിക്കോളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോഴത്തേക്ക് ജസ്റ്റ് ബേസിക്കിൽ നിന്ന് തുടങ്ങിയാണ്, ലൈക്ക് ബേസിൽ നിന്ന് തുടങ്ങിയാണ്, കാരണം നമുക്ക് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകണം, അതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത ഫങ്ഷൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. നമുക്ക് ട്രാൻസ്പോർട്ടേഷന്റെ ഫങ്ഷൻ എന്താണ്, ബേസിക് മോട്ടീവ് എന്താണ് അതെന്ന് പറയുമ്പോൾ കണക്ടിവിറ്റി. ഒന്ന് നമുക്ക് പല സ്ഥലത്ത്, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യക്ക് അകത്ത് തന്നെ പല സ്റ്റേറ്റുകളുണ്ട്. ഓക്കെ, ഇതെൻ്റെ ഒരു ബേസിക് ലോ ബഡ്ജറ്റ് ഇന്ത്യ എന്ന് വിചാരിച്ചു. അപ്പം നമ്മളിവിടെ കേരളയിലാണ്. ഓക്കെ, നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ത്യയിൽ കൂടുതൽ ഇന്ത്യക്ക് അകത്ത് ഓടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ട്രക്സ് ആണ്. ട്രക്ക് ലൈഫ് ഒക്കെ നല്ല രീതിയിൽ ഓടുന്നതാണ് ഇന്ത്യയിൽ. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇപ്പോൾ പുതിയ ഷിപ്പ് യാർഡ് വന്നിട്ടുള്ളത്. അപ്പോൾ വെളി രാജ്യത്ത് നിന്ന് ഷിപ്പിൽ സാധനം വന്ന് ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് എല്ലാ സ്ഥലത്തോട്ടും ബൈ റോഡാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ഹെൽപ്പ് ചെയ്യും, കണക്ടിവിറ്റി. ഇറ്റ് കണക്ട്സ് പീപ്പിൾ, ബിസിനസ്, മാർക്കറ്റ്, പ്രൊമോട്ടിംഗ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. മനസ്സിലായത്? നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കാരണം നമുക്ക് കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത് വരുന്നത് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് എനേബിൾസ് ദ ഗുഡ്സ് ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ. നമുക്ക് ഒരു ഗുഡ്സ്, ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലോട്ട് സാധനം, ഇത് ഞാൻ ബേസിക് ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാണ്. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് പോസിബിൾ ആണ്. പിന്നെ ആക്സസിബിലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് റിമോട്ട് ഏരിയാസിലോട്ട് ആക്സസ് ചെയ്യും. റിമോട്ട് ഏരിയാസ് എന്ന് പറയുമ്പോഴത്തേക്കും വലിയ ആൾതാമസമൊന്നും ഇല്ലാത്തതും പിന്നെ ഒരു മെട്രോ സിറ്റി അല്ലാത്ത ഒരു റൂറൽ ഏരിയ ആണ്. അതാണ് ഈ റിമോട്ട് ഏരിയാസ്. കാരണം അവിടെ വലിയ കണക്ടിവിറ്റിയും കാര്യങ്ങളൊന്നും കാണില്ല. അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം എന്തുവാ, നമുക്ക് ട്രക്ക് വെച്ച് അങ്ങോട്ട് സാധനങ്ങളിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത് വരുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നാണ്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്. അതിന്റെ മെയിൻ എയിം എന്ന് പറയുമ്പോഴത്തേക്ക് ഡെലിവറി ഓഫ് ഗുഡ്സ് ആൻഡ് പ്രോഡക്റ്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ മെയിൻ എയിം എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഫ്രം ദ ഒറിജിനിൽ നിന്ന് പോയിന്റ് ഓഫ് കൺസപ്ഷനിലേക്ക് ടൈംലി ഡെലിവർ ചെയ്യുക. ഓക്കെ, എവിടെ നിന്നാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് അത് കൺസ്യൂമർ എൻഡ് യൂസറിൻ്റെ അടുത്ത് വരെ പറയുന്ന സമയത്ത് സാധനം എത്തണം. അതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. അപ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ലോജിസ്റ്റിക്സിന്റെ ഒരു മെയിൻ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ടു ഡെലിവർ ദ ഗുഡ്സ് ഇൻ ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ് ഇൻ ദ റൈറ്റ് പ്രൈസ്. ഓക്കെ, എന്നുവെച്ചാൽ കറക്റ്റ് സമയത്ത് നമുക്ക് എന്തൊക്കെ റൈറ്റ് ആയിരിക്കണം, അതിൽ ടൈം ഒന്ന് റൈറ്റ് ആയിരിക്കണം, പിന്നെ ലൊക്കേഷൻ ഏത് സ്ഥലമാണോ അത്, പിന്നെ പ്രൈസ് പറഞ്ഞ പ്രൈസിന് സാധനം എത്തിക്കണം അത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ സാധനങ്ങൾ. നമുക്ക് ലൊക്കേഷൻ അല്ലെങ്കിൽ പ്ലേസ്. ഓക്കെ, അതാകുമ്പോൾ ചിലരുടെ എളുപ്പമായിരിക്കും. ലൊക്കേഷന് പകരം പ്ലേസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, റൈറ്റ് പ്രൈസ്. ഓക്കെ, ഈ 3 സാധനങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ. ഓക്കെ, അടുത്ത മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സെയിം സാധനം തന്നെയാണ്. മീൻസ് എന്ന് പറയുമ്പോൾ എന്തുവാണ്, ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ. മീൻസ് എന്ന് പറയുമ്പോൾ ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ലാൻഡിൽ എന്തൊക്കെയാണ് ഓടുന്നത്, റോഡ് അല്ലെങ്കിൽ റെയിൽ. റോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി എന്തുവാ, ട്രക്ക് അല്ലെങ്കിൽ പിന്നെ റെയിൽ എന്ന് പറയുമ്പോൾ ട്രെയിൻ. ഓക്കെ, പിന്നെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. അതിലെന്തൊക്കെ വരും, നമുക്ക് ലാൻഡിൽ തന്നെ ബേസിക്കലി 2 ഇതുണ്ട്. ഒന്ന് റോഡിൽ കൂടെ പോകുമ്പോൾ ഒന്ന് റെയിലും. റോഡും റെയിലും 2 ലാൻഡിൽ കൂടിയാണ്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നത് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. അതിലെന്തുവാ, ഒന്ന് സീ വേസ് ഉണ്ട്, പിന്നെ ആൻഡ് ഇൻലാൻഡ് വാട്ടർ വേസ്. ഫോർ എക്സാമ്പിൾ മറ്റേ ആലുവയിലൊക്കെ ഉള്ള പോലത്തെ കനാലും കാര്യങ്ങളൊക്കെയാണ് ഇൻലാൻഡ് വാട്ടർ വേസ്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്ന എയർ ട്രാൻസ്പോർട്ടേഷൻ. അതിൽ ഹെലികോപ്റ്റേഴ്സും എയറോപ്ലെയിനൊക്കെയാണ് വരുന്നത്. ഹെലികോപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ഡിസ്റ്റൻസ് ഡെലിവറിക്കും, പിന്നെ എയറോപ്ലെയിൻ ഫോർ ലോങ് ഡിസ്റ്റൻസ്. ഓഫ് കോഴ്സ് നമുക്ക് ഹെലികോപ്റ്റർ ഇവിടെ നിന്ന് പറത്തി ആരും ദുബായി പോകണം കേട്ടിട്ടില്ല. എല്ലാവരും ലോങ് ഡിസ്റ്റൻസിന് പ്ലെയിൻ ആണ് എഫിഷ്യൻറ്റ്. ഓക്കെ, ഷോർട്ട് ഡിസ്റ്റൻസിലാണ് ഹെലികോപ്റ്റർ യൂസ് ചെയ്യുന്നത്. കാരണം അത് ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും ഹെലികോപ്റ്ററിന് കുറച്ച് സ്പേസ് മതി. പക്ഷേ എയർപ്ലെയിനാണെങ്കിൽ കൂടുതൽ സ്ഥലം വേണം. ഓക്കെ, അടുത്ത് വരുന്നത് അതർ ട്രാൻസ്പോർട്ടേഷൻസ് ലൈക്ക് പൈപ്പ് ലൈൻ, പിന്നെ കാർട്ട് കേബിൾ. പൈപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ വിദേശത്തൊക്കെ നമുക്ക് ഗ്യാസ്, നമുക്ക് ഇവിടെ ഇന്ത്യയിലാണെങ്കിൽ ഗ്യാസ് സിലിണ്ടറിലാണ് വരുന്നത്. ഓക്കെ, സിലിണ്ടറിൽ നമുക്കിപ്പോൾ പുതിയതായിട്ട് ചില സ്ഥലത്തൊക്കെ ഗ്യാസ് സിലിണ്ടർ അല്ലെങ്കിൽ ഗ്യാസ് LPG പൈപ്പ് ലൈൻ വഴി വരുന്നുണ്ട്. എല്ലായിടത്തും എത്തിയിട്ടില്ല. അപ്പോൾ പൈപ്പ് ലൈൻ അങ്ങനെ യൂസ് ചെയ്യാം. വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാം, പിന്നെ LPG ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം പൈപ്പ് ലൈൻ. പിന്നെ കാർട്ട് കേബിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക, 2 മലകൾ കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് കണക്ട് ചെയ്യാൻ വേണ്ടി മറ്റേ ഒരു കാർട്ട് പോലത്തെ സാധനത്തിൽ ഇവിടെ നിന്ന് ഇങ്ങനെ റോപ്പ് വേ കൂടെ പോകും. അതാണ് ഇതെനിക്ക് തോന്നുന്നു ജഡായു പാറയിലുണ്ട്, അവിടെയും ഈ കാർട്ട് കേബിളാണുള്ളത്. അപ്പോൾ ട്രാൻസ്പോർട്ടിങ് പീപ്പിൾ ആൻഡ് ഗുഡ്സ് ത്രൂ കേബിൾ കാർ ഓർ റോപ്പ് വേ, അതാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആയിട്ട് നമുക്ക് കൂട്ടാം. സോ ഇത് ബേസിക്കലി നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ ഉണ്ട്. അവിടെ ഇപ്പോൾ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള മലയും കാര്യങ്ങളാണ്. അവിടെ റോഡ് പണിയണത് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ആ സ്ഥലത്ത് നിങ്ങൾക്ക് റോപ്പ് വേ യൂസ് ചെയ്യാം. ഓക്കെ, അതാകുമ്പോൾ ശകലവും കൂടെ പെട്ടെന്ന് കാര്യം നടക്കും, പിന്നെ കുറച്ച് കോസ്റ്റ് എഫിഷ്യൻറ്റും ആണെന്ന് തോന്നുന്നു. ഓക്കെ,
സോ അടുത്ത് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഇഷ്യൂ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഇഷ്യൂവിൽ വരുന്ന എന്താണ് ബേസിക് ആസ്പെക്ട്സ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ. നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു റോഡ് വേണം. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നതാണ് ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ, ഒന്ന് റോഡ്, പിന്നെ റെയിൽവേ പണിഞ്ഞാലേ ട്രെയിൻ ഓടിച്ച് പോകാൻ പറ്റുള്ളൂ, അല്ലാതെ മണ്ണിൽ കൂടെ ഓടിച്ച് പോകാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെ എയർപോർട്ട് പണിഞ്ഞാലേ നമുക്ക് എയ്റോപ്ലെയിന് യൂസ് ചെയ്ത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് പറയുക ഇൻഫ്രാസ്ട്രക്ചർ ഇതിൽ വരുന്നത്. ഓക്കെ, ദ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ദാറ്റ് സപ്പോർട്ട് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. നമുക്കൊരു ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ഇപ്പോൾ റെയിൽ അല്ലെങ്കിൽ റോഡ്വേ അല്ലെങ്കിൽ എയർപോർട്ട്, ഒരു ട്രാൻസ്പോർട്ടേഷൻ മീഡിയം നമുക്കുണ്ടെങ്കിൽ അതിനൊരു ഇൻഫ്രാസ്ട്രക്ചർ ആദ്യം പണിയണ്ടേ, അതൊക്കെയാണ് ഇത്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നത് വെഹിക്കിൾ ആൻഡ് എക്യുപ്മെൻറ്റ്സ്. വെഹിക്കിൾ ആൻഡ് എക്യുപ്മെൻറ്റ്സിൽ വരുന്നത് വെച്ചാൽ ഒന്ന് കാറ്, റെയിൽ, ബസ്, ട്രക്ക്, ഷിപ്പ് ആൻഡ് എയർക്രാഫ്റ്റ്. ഓക്കെ, അതൊക്കെയാണ് വെഹിക്കിൾസ്. ഇതൊക്കെ ഭയങ്കര ബേസിക് ആണ്, പക്ഷേ സ്റ്റിൽ ജസ്റ്റ് നമ്മളൊന്ന് മെൻഷൻ ചെയ്ത് സ്പീഡിൽ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നത് സേഫ്റ്റി ഫീച്ചേഴ്സ് ആൻഡ് ടെക്നോളജി. ഇപ്പോൾ ഈ ട്രക്കിലും കാറിലും എല്ലാ കാറിലും നമുക്ക്, ഇപ്പോൾ കാറിലൊക്കെ GPS ഇല്ല, പക്ഷേ ട്രക്കിലും ചില സ്കൂൾ ബസ്സിലൊക്കെ നമുക്ക് പുതിയ KSRTC ബസ്സിലൊക്കെ എല്ലാം GPS ഒക്കെ ഉണ്ട്, GIS ഉണ്ട്. GIS എന്ന് പറയുമ്പോൾ എന്തുവാണ്, ജനറൽ ഇൻഫർമേഷൻ സിസ്റ്റമാണ്. ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് അടുത്ത സ്ലൈഡിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അടുത്ത് വരുന്നത് ഓപ്പറേഷൻ ആൻഡ് മാനേജ്മെൻറ്റിൽ വരുന്നതാണ് ഷെഡ്യൂളിങ് ആൻഡ് റൂട്ടിങ്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെയിലി ഒരു സ്കൂൾ ബസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇതാണ് സ്കൂള്. ഓക്കെ, ഇത് പല കുട്ടികളുടെ വീടാണ്. ഓക്കെ, ഇത് പല കുട്ടികളുടെ വീടാണെങ്കിൽ അപ്പോൾ ഇത് നമ്മുടെ ഒരു ബസ് ഉണ്ടല്ലോ, സ്കൂൾ ബസ്. ഈ ബസ് നമ്മൾ എന്തായാലും ഷെഡ്യൂൾ ചെയ്യണം. ലൈക്ക് മോർണിംഗ് ഇപ്പോൾ നമുക്ക് സ്കൂളിൽ 8 മണിക്ക് എത്തണം. അപ്പോൾ ഈ ബസ് നേരത്തെ ഒരു 7 മണിക്കെങ്കിലും അതിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യണ്ടേ. പിന്നെ അതുമാത്രമല്ല, അതിന് ഇന്ന റൂട്ട് വഴി, ലൈക്ക് ഈ പെർട്ടിക്കുലർ വീട് വഴി ഈ റൂട്ട് വഴി കവർ ചെയ്ത് വന്നാലേ ഈ സ്റ്റുഡൻസിനെയൊക്കെ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നേരത്തെ കണക്ക് കൂട്ടി റൂട്ടിങ് ചെയ്യണം. പിന്നെ എല്ലാ കൊച്ചിൻ്റെയും വീട്ടിലെത്തുന്നതിന് മുമ്പേ തന്നെ ആ കൊച്ചിൻ്റെ അടുത്ത് മോനെ നിൻ്റെ വീട്ടിൻ്റെ അവിടെ ഈ സമയത്ത് ഫോർ എക്സാമ്പിൾ 7:15 ആകുമ്പോൾ വണ്ടി എത്തും, ഇവിടെ 7:30 ആകുമ്പോൾ വണ്ടി എത്തും. ഓക്കെ, അങ്ങനെ പറഞ്ഞു തരണമെങ്കിൽ അവർ നേരത്തെ കൂട്ടി ഷെഡ്യൂൾ ചെയ്യണം, പിന്നെ റൂട്ടിങ്ങും ചെയ്യണം. അപ്പോഴല്ലേ ഇവർക്ക് ഈ കറക്റ്റ് സമയത്ത് 8 മണിക്ക് സ്കൂളിൽ പിള്ളേരെയും കൊണ്ട് എത്തിക്കാനും എല്ലാവരുടെയും എല്ലാ ഫീസ് തന്ന സ്റ്റുഡൻസിൻ്റെ വീട്ടിൽ നിന്ന് അവരെ പിക്ക് ചെയ്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഓപ്പറേഷൻ ആൻഡ് മാനേജ്മെൻറ്റിൽ വരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. അതെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ടൈംലി ഡെലിവറി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, അടുത്ത് വരുന്നത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷനിൽ തന്നെ കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൽ വരുന്നതാണ് ഒന്ന് സേഫ്റ്റി റിലേഷനും പിന്നെ അതിൻ്റെ സ്റ്റാൻഡേർഡ്. നമുക്ക് ഒരു മിനിമം സ്റ്റാൻഡേർഡൊക്കെ കീപ്പ് ചെയ്താൽ നമുക്ക് ഡാമേജസ് ഒക്കെ മിനിമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ അൺവാണ്ടഡ് റിസ്ക് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്താൽ. പിന്നെ സെക്യൂരിറ്റി മെഷേഴ്സ്, ഫോർ എക്സാമ്പിൾ CCTV, സെക്യൂരിറ്റി ഗാർഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെക്യൂരിറ്റി റീസൺസ് ആയിട്ട് നമുക്ക് വെക്കേണ്ടി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ലോജിസ്റ്റിക് ഫേം അല്ലെങ്കിൽ ഒരു കമ്പനി ഈ നടത്തുകയാണ്. അപ്പോൾ അഫ്കോഴ്സ് അവിടെ സേഫ്റ്റി റിലേഷൻസ് കാണും, പിന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ടി വരും. ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാനേഴ്സ് അല്ല, ലൈക്ക് എത്ര മണിക്ക് അവിടെ വരണം, പിന്നെ അവിടെ കുറച്ച് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് അതിന് കുറച്ച് സ്റ്റാൻഡേർഡ്സ് കാണും, ഒരു ഗ്രേഡിങ് കാണും. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ സെക്യൂരിറ്റി മെഷേഴ്സ്, അതിൽ വരുന്ന CCTV ക്യാമറ, സെക്യൂരിറ്റി ഗാർഡൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ആ ഒരു ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അടുത്ത് വരുന്നത് എൻവയോൺമെൻറ്റ് ഇമ്പാക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ചെയ്യുന്നു, പല സ്ഥലത്തേക്ക് നമ്മൾ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നു, കണക്ടിവിറ്റി കൂടുന്നു, ലൈഫ് സ്റ്റൈൽ കൂടുന്നു. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു ഡ്രോബാക്ക് ആയിട്ട് വേണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ ഒരു കോൺസ് ആയിട്ട് കൂട്ടാം. ഓക്കെ, അത് പറയുന്ന ഒന്ന് എമിഷൻ. നമ്മൾ ഇന്ത്യയിൽ അത്യാവശ്യത്തിൽ കൂടുതൽ ട്രക്ക് ലൈഫ് ഉള്ളതാണ്, കുറേ ട്രക്സ് ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോണതാണ്. അപ്പോൾ അഫ്കോഴ്സ് വണ്ടി ഓടും, പൊല്യൂഷൻ വരും. ഓക്കെ, അപ്പോൾ അതൊരു എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ആണ്. പൊല്യൂഷൻ എൻവയോൺമെൻറ്റിനെ ബാധിക്കുക. അപ്പോൾ എമിഷൻ ആൻഡ് പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ കമ്പഷൻ അതെല്ലാം കഴിഞ്ഞ് ഒരു ഗ്യാസ് എമിറ്റ് ആവുമല്ലോ, അതാണ് എമിഷൻ. അത് കാരണം പൊല്യൂഷൻ ഉണ്ടാകും. ഓക്കെ, അടുത്ത് വരുന്ന സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ. അതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സസ്റ്റെയിൻ ആയിട്ട് ഒരു ട്രാൻസ്പോർട്ടേഷൻ കീപ്പ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഹൈബ്രിഡ്. ഓക്കെ, അതെന്ന് പറയുമ്പോഴത്തേക്കും എൻജിൻ ഉണ്ടല്ലോ, എൻജിൻ പ്ലസ് ഇലക്ട്രിക് വരുമ്പോഴാണ് ഹൈബ്രിഡ് വരുന്നത്. ഓക്കെ, അതെന്ന് പറയുമ്പോൾ ടോർക്ക് ആവശ്യമുള്ള സമയത്ത്, അല്ലെങ്കിൽ കൂടുതൽ പവർ ആവശ്യമുള്ള സമയത്ത് എൻജിൻ യൂസ് ചെയ്യുകയും അത്യാവശ്യം നോർമൽ സ്പീഡ് ഗെയിൻ ചെയ്തിട്ടുണ്ട്, പിന്നെ കൂടുതൽ എൻജിൻ പവർ വേണ്ടാത്ത സമയത്ത് ഇലക്ട്രിക്കിലോട്ട് സ്വിച്ച് ചെയ്യും. അപ്പോഴത്തേക്കും പൊല്യൂഷൻ കുറയും. ഓക്കെ, അതാണ് ഹൈബ്രിഡ് വരുന്നത്. ഓക്കെ,
പിന്നെ വരുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ബെനിഫിറ്റ്സ്. നമ്മൾ ട്രാൻസ്പോർട്ടേഷനും കണക്ടിവിറ്റിയും കാരണം ഉണ്ടാകുന്നത് ഒന്ന് എക്കണോമിക് ഗ്രോത്ത്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഫെസിലിറ്റേറ്റിംഗ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. കൂടുതൽ ആളുകൾക്ക് അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കസ്റ്റമേഴ്സിനും പല വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ചീപ്പ് റേറ്റിലും ഗുഡ് ക്വാളിറ്റിയിലും നമുക്ക് കിട്ടും. ഓക്കെ, അതൊക്കെയാണ് എക്കണോമിക് ഗ്രോത്തിൽ വരുന്നത്. പിന്നെ വരുന്ന സോഷ്യൽ ബെനിഫിറ്റ്സ്. അതെന്ന് പറയുമ്പോൾ എംപ്ലോയ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ. കാരണം ഒബ്വിയസ്ലി നമ്മൾ കൂടുതൽ ട്രേഡ് ഫെസിലിറ്റീസും കൊമേഴ്സും വരുമ്പോൾ ആളുകൾക്ക് നല്ല നല്ല പ്രോഡക്റ്റ്സ് കുറഞ്ഞ റേറ്റിൽ കിട്ടും. അപ്പോൾ ആളുകളുടെ ലൈഫ് സ്റ്റൈൽ കൂടും, ഇൻകം കൂടും. അത് കൂടുമ്പോഴത്തേക്കും കൂടുതൽ ആളുകൾക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടും. കാരണം ഇപ്പോൾ പല പല പ്രോഡക്ട്സ് പല പല മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി കൂടും. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് കൂടും. പിന്നെ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി എഡ്യൂക്കേഷൻ അത് കൂടും. ഓഫ് കോഴ്സ് പിന്നെ ഇത് ഇത്രയും ആളുകൾ കൂടുമ്പോഴും ഇത്രയും ഫെസിലിറ്റീസ് വരുമ്പോഴത്തേക്കും ഹെൽത്ത് കെയർ സെക്ടറും അവിടെ ഇമ്പ്രൂവ് ആവും ഒബ്വിയസ്ലി. ഓക്കെ, ഇതൊക്കെയാണ് സോഷ്യൽ ബെനിഫിറ്റ്സ് വരുന്നത്. അടുത്ത് വരുന്നത് റോൾ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ ലോജിസ്റ്റിക്സ്. നമ്മളെ മെയിൻ ടോപ്പിക് അതാണല്ലേ, എന്തുവാ, ലോജിസ്റ്റിക്സ്. അതിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ റോൾ എന്താണ്? ഓക്കെ, അതെന്ന് പറയുമ്പോൾ ഒന്ന് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, connecting supply chain, connecting different stages of supply chain from raw material suppliers to manufacture, warehousing and final to consumer. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ബേസിക്കലി നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മ കാണും. നമ്മൾ ആദ്യം എന്തോ ചെയ്യുന്നത്, സപ്ലയേഴ്സിൽ നിന്ന് റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യും അല്ലെങ്കിൽ ഇൻബൗണ്ട് ചെയ്യും. ഓക്കെ, ഇൻബൗണ്ട് ചെയ്തതിന് ശേഷം അതിനെ നമ്മളെ വെയർ ഹൗസിലിട്ട് എന്തുവാ പ്രോസസ്സ് ചെയ്യും. ഓക്കെ, അതിനുശേഷം ഔട്ട് ബൗണ്ട് എന്ന് വെച്ചാൽ എന്തോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് ബേസിക് പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് വരുന്നത് എന്തോ ഇതെല്ലാം ഇവിടെ ഈ സപ്ലയർ ചെയ്യുന്ന സാധനം എടുത്ത് നമ്മളെ ഇൻവെൻട്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ വെയർ ഹൗസിൽ കൊണ്ടുവരുന്നതും അവിടെയും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഇൻവെൻട്രി അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ നിന്ന് സാധനം ഉണ്ടാക്കി ഔട്ട് ബൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെയും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അവിടെയും വണ്ടിയിലിരുത്തിയാണ് പല രാജ്യത്തും പല സ്റ്റേറ്റിലോട്ടും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷനും മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ടൂളാണ് സപ്ലൈ ചെയിൻ. ഓക്കെ, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ്. സപ്ലൈ ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയിൽ വരുന്ന പല വണ്ടി, ഇപ്പം ഒരു വണ്ടി തന്നെ ഇവിടെ നിന്ന് ഇവിടം വരെ പോകണം നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ എന്തുവാ, നമ്മൾ ചിലപ്പോൾ വിദേശത്ത് ലൈക്ക് അമേരിക്കയിലാണ് സെൻഡ് ചെയ്യുന്നത് വിചാരിച്ചു. അപ്പോൾ എന്തുവാ, നമ്മൾ ആദ്യം നമ്മുടെ കമ്പനിയിൽ നിന്ന് നിയറസ്റ്റ് റോഡ് വേ ത്രൂ അല്ലെങ്കിൽ റെയിൽവേ ത്രൂ നമ്മൾ എയർപോർട്ടിലോട്ട് എത്തിക്കും. ഓക്കെ, റോഡിൽ കൂടെ എയർപോർട്ടിൽ എത്തിച്ചെന്ന് വിചാരിച്ചു. എയർപോർട്ടിൽ എത്തിച്ചതിന് ശേഷം അവിടെ നിന്ന് ഫ്ലൈറ്റ് ചെയ്ത് അടുത്ത കൺട്രിയിൽ പോയി. ഓക്കെ, ഏതെങ്കിലും ഒരു കൺട്രിയിൽ പോയി അവിടെ നിന്നും റോഡിൽ കൂടെ യൂസ് ചെയ്തല്ലേ ഡീലറിൻ്റെ അടുത്ത് എത്തുന്നത്, ലൈക്ക് എവിടെയാണ് നമ്മൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ എത്തുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ മീഡിയം അല്ലെങ്കിൽ അത് ചേഞ്ച് ആവുകയല്ലേ. അപ്പോൾ ഇത് മാനേജ് ചെയ്യുന്നതാണ് സപ്ലൈ ചെയിൻ. ഓക്കെ, ഈ ഒരു ചെയിൻ ക്രിയേറ്റ് ആയില്ലേ, ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ 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 ഈ ഒരു ചെയിനിനെ പറയണതാണ് സപ്ലൈ ചെയിൻ. ഓക്കെ, അടുത്ത് വരുന്നത് ടൈംലി ഡെലിവറി എന്ന് പറയുമ്പോൾ കസ്റ്റമർ ലോയൽറ്റിയും പിന്നെ സാറ്റിസ്ഫാക്ഷനും. ഓക്കെ, അത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നല്ലൊരു ലോജിസ്റ്റിക്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ആമസോൺ എന്ന് പറഞ്ഞൊരു കമ്പനി നിലനിന്ന് പോണത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് അവർ പറയുന്നത് എന്തുവാ, വിത്തിൻ 1 or 2 days നമുക്ക് സാധനം കിട്ടും. അതെങ്ങനെ അവർ മാനേജ് ചെയ്യണേ, നല്ലൊരു ലോജിസ്റ്റിക്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. നല്ലൊരു ലോജിസ്റ്റിക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ആമസോണിന് കസ്റ്റമേഴ്സിന് ഏറ്റവും മിനിമം കോസ്റ്റിലും ഏറ്റവും മിനിമം ടൈമിലും കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് സമയത്ത് സാധനങ്ങൾ എത്തിക്കാൻ പറ്റുന്നത്. മനസ്സിലായി? അതാണ് നല്ലൊരു ലോജിസ്റ്റിക്സിന്റെ ഒരു എക്സാമ്പിൾ. ആമസോൺ, ഫ്ലിപ്കാർട്ട് എല്ലാവരും ഇത് തന്നെയാണ് യൂസ് ചെയ്യും. ചിലവർ തേർഡ് പാർട്ടി യൂസ് ചെയ്യും. അതിനെ പറയുന്നത് 3PL. ഓക്കെ, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഫ്രണ്ടിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ബേസിക് മാത്രമേ ടച്ച് ചെയ്ത് പോകുന്നുള്ളൂ. അടുത്ത് വരുന്നത് കോസ്റ്റ് റിഡക്ഷൻ, ഇൻവെന്ററി മാനേജ്മെന്റ്. ഇറ്റ് ഓൾസോ ഇമ്പാക്ട് ഡെലിവറി ലെവൽ ആസ് ഫാസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ക്യാൻ റെഡ്യൂസ് ദ നീഡ് ഫോർ ഇൻവെന്ററി സ്റ്റോറേജ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കറന്റ് ലൈക്ക് 50 പീസ് പെർ ഡേ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഇൻവെന്ററിയിൽ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കറക്റ്റ് സമയത്ത് ഈ സാധനങ്ങൾ ഇൻവെന്ററിയിൽ നിന്ന് മാർക്കറ്റിലോട്ട് പോയില്ലെങ്കിൽ ഇവിടെ ബൾക്ക് ആവും, നമ്മുടെ സ്റ്റോക്ക് അടിഞ്ഞു കൂടിക്കും. നമ്മൾ ഡെയിലി എന്തായാലും 50 എന്തായാലും ഉണ്ടാകും. അത് കറക്റ്റ് സമയത്ത് വെയർ ഹൗസിൽ നിന്ന് മാർക്കറ്റിലോട്ട് പോയില്ലെങ്കിൽ ഇവിടെ ബൾക്കാവും, ഇവിടെ സാധനങ്ങൾ കൂടും. ഇവിടെ സാധനങ്ങൾ കൂടുമ്പോൾ ഒന്ന് സ്പേസ് ഇഷ്യൂ വരും. പിന്നെ കൂടുതൽ സാധനം സ്റ്റോറേജ് ചെയ്യണമെങ്കിൽ നമുക്ക് കൂടുതൽ പൈസയാകും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കുറയ്ക്കണമെങ്കിൽ നമുക്ക് അപ്പോഴപ്പോഴും സാധനങ്ങൾ പോകാൻ വേണ്ടി നല്ലൊരു ട്രാൻസ്പോർട്ടേഷൻ വേണം. അതൊക്കെയാണ് ഇൻവെന്ററി മാനേജ്മെന്റ്. കാരണം പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ വിട്ട ഇൻവെന്ററിയുടെ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത് വരുന്നത് ഒപ്റ്റിമൈസിങ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ക്യാൻ ഹെൽപ്പ് ടു റെഡ്യൂസ് ദ ഒപ്റ്റിമൈസേഷൻ ദ റൂട്ട് മോഡ്സ് ആൻഡ് കാരിയർ സെലക്ഷൻ. ഫോർ എക്സാമ്പിൾ, നമുക്ക് ലോജിസ്റ്റിക്സിലെ ട്രാൻസ്പോർട്ടേഷൻ ആണ് ഏറ്റവും മെയിൻ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മാനേജ് ചെയ്യാൻ നേരത്ത് നമ്മളൊരു സാധനം ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ ഇങ്ങോട്ട് പോകണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ട്രക്ക് എടുക്കാം. ഓക്കെ, ട്രക്കിൽ കൊണ്ടുപോവുകയാണ്.
ഈ ട്രക്ക് എടുക്കുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം കണ്ണി കണ്ടവനെ വിളിച്ചിരുത്തൂലല്ലോ. നമ്മൾ ആദ്യം ഒരു റൂട്ട് ചൂസ് ചെയ്യും. പിന്നെ ട്രക്കിലാണോ അതാ പ്ലെയിനിലാണോ ട്രെയിനിലാണോ എന്ന് ചൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ട്രക്ക് ചൂസ് ചെയ്ത്, അപ്പോൾ അടുത്ത് നമ്മൾ എന്താ ചെയ്യണം, കാരിയർ സെലക്ഷൻ, ഏതെങ്കിലും ഒരു നല്ലൊരു കമ്പനി ചൂസ് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ട്രക്ക് ഓട്ടിക്കുന്ന ആളെ കണ്ടുപിടിച്ച് അവരുടെ ഇപ്പം ഒരു കമ്പനിയാണെങ്കിൽ കമ്പനീൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണം. ഇപ്പം ആളാണെങ്കിൽ ആളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് അതെല്ലാം സെലക്ട് ചെയ്തിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്നുള്ളൊരു മാമനാണെന്ന് വിചാരിച്ചു, അപ്പോൾ നിങ്ങൾ പുള്ളിക്കാരൻ സംസാരിച്ച് കുറച്ച് ബാർഗെയിനിങ് ഒക്കെ ചെയ്ത് വില പേശിയൊക്കെ ചെയ്ത് കുറഞ്ഞ റേറ്റിന് സാധനങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഒപ്റ്റിമൈസിങ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. നമ്മൾ എവിടെയൊക്കെ പൈസ ചുരുക്കാൻ പറ്റും, ചുരുക്കിയാൽ നമുക്ക് നമ്മുടെ കമ്പനി പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത് ഇൻക്രീസ്ഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതിൽ വരുന്നതെന്ന് വെച്ചാൽ കുറച്ച് സംഭവങ്ങളാണ്, ലൈക്ക് റിയൽ ടൈം ട്രാക്കിംഗ്. ഇപ്പോൾ നിങ്ങൾ ആമസോണിലെ ഡെലിവറി, ആമസോണിൽ എല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓർഡർ ചെയ്യാത്ത ആരും കാണില്ല. ഒരു പ്രാവശ്യം ജീവിതത്തിൽ ഓർഡർ ചെയ്തിട്ടുള്ളവരായിരിക്കും എല്ലാവരും ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും, നിങ്ങൾ ഫസ്റ്റ് ഡേ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അതിലൊരു എന്താ പറയുക, ഒരു ട്രാക്കിംഗ് കാണും, റിയൽ ടൈം ട്രാക്കിംഗ് ഇങ്ങനെ കാണിച്ചേക്കും. നിങ്ങളുടെ ഓർഡർ പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണിക്കും. പിന്നെ എപ്പോൾ ഡിസ്പാച്ച് ആവും അത് കാണിച്ചേക്കും. ഓക്കെ, ലൈക്ക് എന്ന് വെച്ചാൽ ആ വെയർ ഹൗസിന് എപ്പോൾ ഡിസ്പാച്ചോ അത് കാണിക്കും. പിന്നെ ഇപ്പം ഇവിടെ എത്തി, ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്ര മണിക്ക് എത്തി പൊയ്ക്കൊണ്ടിരിക്കണേ ഉള്ളൂ, പിന്നെ അടുത്ത ദിവസം ഇവിടെ എത്തും. പിന്നെ അവസാനം നിങ്ങൾ ഡെലിവറി ബോയിന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും ഔട്ട് ഫോർ ഡെലിവറി എന്ന് കാണിച്ചേക്കും. പിന്നെ അവസാനം നിങ്ങൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും ഡെലിവേർഡ് എന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ ഈ റിയൽ ടൈം ട്രാക്കിംഗ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, കൂടുതൽ പേടി വരില്ല. നിങ്ങൾക്ക് ഉറപ്പാ എൻ്റെ സാധനം ഇവിടെ എത്തി. ഇപ്പൊ ഇതൊന്നും ഇല്ലായിരുന്നു നിങ്ങൾ ഇരുന്നാലോ, അയ്യോ എൻ്റെ സാധനം എവിടെ എത്തിക്കാണ്, വരുമോ ഇല്ലേ, പറ്റിക്കപ്പെടോ, ആ ഒരു ടെൻഷൻ വരും, ആ ഒരു ക്യൂരിയോസിറ്റി വരും. ഹ്യൂമൻസ് ആണ്. അപ്പോൾ ഈ ഒരു റിയൽ ടൈം ട്രാക്കിംഗ് ഉള്ളതുകൊണ്ട് ആ ഒരു പേടി മാറ്റും. ആളുകൾ ശകലം കൂടെ ലൈക്ക് എന്താ പറയുക, ട്രസ്റ്റ് കൊടുക്കും. ആ ഒരു ഏതാണോ ഒരു ആപ്പ്, ലൈക്ക് ആമസോൺ ആണ്, ഫ്ലിപ്കാർട്ട് ആണ്, ഏതായാലും ആളൊരു ട്രസ്റ്റ് കൊടുക്കുക അതിന്. ഓക്കെ, ലൈക്ക് എൻ്റെ സാധനം ഇവിടെ എത്തി എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ലൈക്ക് കാരണം അവരുടെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ട്രാൻസ്പെറന്റ് ആണ്. അവർക്ക് കാണിക്കാം ഇവിടെ എത്തി സാധനം എന്ന് കാണിക്കാൻ പറ്റുന്നത്. അത് പോസിബിൾ എങ്ങനെയാണ്, റിയൽ ടൈം ട്രാക്കിംഗ് ഉള്ളതുകൊണ്ട്. കാരണം അവരയക്കുന്ന ഓരോ പ്രോഡക്റ്റിലും ബാർകോഡ് കാണും അല്ലെങ്കിൽ QR കോഡ് കാണും. അത് വെച്ച് ഓരോ ചെക്ക് പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും, ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ അവരുടെ ഇൻവെന്ററിയോ എന്തെങ്കിലുമൊക്കെ കാണും, അല്ലെങ്കിൽ ഓരോ എന്താ പറയുക വേറെ വണ്ടിയിലോട്ട് ട്രാൻസ്പോർട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അതിലൊരു ചെക്ക് പോയിന്റ് ആണ്. ആ ചെക്ക് പോയിന്റിലെല്ലാം അവർ മെഷീൻ വെച്ച് വരുന്ന പ്രോഡക്റ്റ് എല്ലാം സ്കാൻ ചെയ്യും. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇന്ന പൊസിഷനിലെത്തി, അടുത്ത പൊസിഷനിലെത്തി, ഇത്ര മണിക്ക് ഇവിടെ ചെയ്ത്, എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം പോസിബിൾ ആവണം എങ്ങനെയാണ്, റിയൽ ടൈം ട്രാക്കിംഗ് ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഒന്ന് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, GPS. നിങ്ങളുടെ ഫോണിൽ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ട്രക്കിലുണ്ട്, ബസ്സിൽ, സ്കൂൾ ബസ്സിലൊക്കെ ഇപ്പോൾ കമ്പൽസറി ആക്കിയിട്ടുണ്ട്, KSRTC ബസ്സിലുണ്ട്. അപ്പോൾ ഇതിൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ റിയൽ ടൈമിൽ നിങ്ങളുടെ വണ്ടി എവിടെയാണെന്ന് അറിയാൻ പറ്റും, ഏത് റോഡിൽ ഏത് വളവിൽ കിടക്കണം എന്ന് അറിയാൻ പറ്റും. പിന്നെ ഗ്ലോബൽ ഇൻഫർമേഷൻ സിസ്റ്റം, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്, ഈ ബാർകോഡും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ചെക്ക് പോയിന്റിൽ എത്തുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് റീഡ് ചെയ്തെടുത്താൽ ഇന്ന പ്രോഡക്റ്റ് ഇന്ന ആളിന്റെ പ്രോഡക്റ്റ് ആയിരുന്നു, ഈ സമയത്ത് ഇവിടെ എത്തി. അത് ഓട്ടോമാറ്റിക്കലി ആ യൂസറിന്റെ എന്താ പറയുക ഇന്റർഫേസ് ഉണ്ടല്ലോ, UI, ഏതാണോ ആളത് ഓർഡർ ചെയ്ത് അയാളുടെ ഇന്റർഫേസിൽ ഓട്ടോമാറ്റിക് ആണ് താങ്കളുടെ പ്രോഡക്റ്റ് ഇത്ര മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ഇതും വരും, എന്താ ഒരു എക്സ്പെക്ടേഷൻ, ചിലപ്പോൾ നാളെ മോർണിംഗ് 8 o'clock നിങ്ങൾ വീട്ടിലെത്താം, ഒരു കാൽക്കുലേഷൻ വെച്ച് അത് പ്രെഡിക്ട് ചെയ്ത് തരും, എന്താ ഫോർകാസ്റ്റിംഗ് ചെയ്ത് തരും. ഓക്കെ, അതിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് വരുന്നത് ഗ്ലോബൽ റീച്ച്. ഓക്കെ, ഒന്ന് മാറ്റി തരാം. ഓക്കെ, അടുത്ത് വരുന്ന ഗ്ലോബൽ റീച്ച്, ഇന്റർനാഷണൽ ട്രേഡ് ബൈ കണക്ടിങ് ബിസിനസ് ആൻഡ് മാർക്കറ്റ് അക്രോസ് ദ ഗ്ലോബ്. നമ്മൾ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ കാരണം നമുക്ക് പല രാജ്യത്തുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ വരുത്താൻ പറ്റും. ഓഫ്കോഴ്സ് കസ്റ്റം ഡ്യൂട്ടീസ് ഉണ്ട്, പക്ഷെ എന്നാലും നമുക്കൊരു പണ്ട് കാലത്ത് അത് പോസിബിൾ അല്ലായിരുന്നു, ഇപ്പം അറ്റ്ലീസ്റ്റ് അത് പോസിബിൾ ആണ്. ഓക്കെ, പിന്നെ ഗ്ലോബൽ സപ്ലൈ ചെയിൻ എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഗ്ലോബൽ സപ്ലൈ ചെയിൻ, എൻഷുറിംഗ് ദാറ്റ് ഗുഡ്സ് ആർ ഡെലിവേർഡ് ടു കസ്റ്റമേഴ്സ് വേൾഡ് വൈഡ്. നമുക്ക് പല രാജ്യത്തു നിന്നുള്ള, ഫോർ എക്സാമ്പിൾ ഫുഡ് പ്രോഡക്ട്സ് തന്നെ ആവണമെന്നില്ല, ഫുഡ് പ്രോഡക്ട്സ് ആയിക്കോട്ടെ, പിന്നെ ബൈക്സ്, കാറ്, എല്ലാ കാറ്റഗറി, എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസും നമുക്ക് പല രാജ്യത്തു നിന്നും ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും, എക്സ്പോർട്ട് ചെയ്യാനും പറ്റും. ആ ഒരു ഫെസിലിറ്റി ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ ട്രേഡ് മാർക്കറ്റുകാർ നമുക്കുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്ന സപ്ലൈ ചെയിൻ റീസൈലൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു എന്താ പറയുക ലൈക്ക് റിസ്ക് മാനേജ്മെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ സപ്ലൈ ചെയിനിലുള്ള ഒരു ഡ്രോബാക്ക് ആയിട്ടാണെങ്കിലും കൂട്ടാം. ഓക്കെ, എന്ന് പറയുമ്പോഴത്തേക്കും സപ്ലൈ ചെയിനിൽ പല റിസ്ക്കും സംഭവിക്കാം, പോസിബിലിറ്റീസ് കൂടുതലാണ്. കാരണം അതൊരു ചെയിൻ അല്ലേ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ട്രക്കിൽ കൊണ്ടുപോയി, പിന്നെ ട്രെയിനിൽ കൊണ്ടുപോയി, അവിടെ നിന്ന് വീണ്ടും ട്രക്കിൽ കൊണ്ടുപോയി, പിന്നെ നമ്മളെ ഇൻവെന്ററിയിൽ കൊണ്ടെത്തിച്ചു. അപ്പോൾ ഓക്കെ, ഇതിപ്പോൾ ലൈക്ക് എന്താ പറഞ്ഞാൽ പല മീഡിയമും പല മോഡ്സും യൂസ് ചെയ്താണ് നമ്മൾ ഈ സാധനം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു എൻഡ് ടു മറ്റേ എൻഡിലോട്ട്. അപ്പോൾ ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും റോങ് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് രീതിയിൽ റിസ്ക് മാനേജ്
മാനേജ്മെന്റ് ചെയ്തില്ലെങ്കിൽ സപ്ലൈ ചെയിനിൽ നല്ല പണി കിട്ടും. അതാണ് നല്ലൊരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ചെയ്യുന്നത് ഇത്തിരി ടാസ്ക് ആണ്. ഓക്കെ, അപ്പൊ അതിനാണ് പല പല കമ്പനീസും, ചില കമ്പനീസ് പോലും സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അവർ ഏറ്റെടുക്കാറില്ല. അത് അവരെന്തൊരു ഔട്ട്സോഴ്സ് ചെയ്യും. കാരണം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ അവർ ഔട്ട്സോഴ്സ് ചെയ്യും. അത് ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ അത് ഹയർ ചെയ്യുന്ന ആളുകളാണ് 3PL. അതിനെപ്പറ്റി നമ്മൾ ഫ്രണ്ടിൽ പഠിക്കും. ഓക്കെ, പിന്നെ വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഹെൽപ്സ് ടു മിറ്റിഗേറ്റ് റിസ്ക് ഇൻ ദ സപ്ലൈ ചെയിൻ. നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വെച്ച് നമ്മുടെ സപ്ലൈ ചെയിനിലുള്ള റിസ്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ലൈക്ക് പോസിബിൾ ആയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന സമയത്ത് പോസിബിൾ ആയിട്ടുള്ള റിസ്ക് എന്തൊക്കെയാണ്? ഒന്ന് നാച്ചുറൽ ഡിസാസ്റ്റർ, പിന്നെ ട്രാഫിക് കൺജക്ഷൻ, പിന്നെ സപ്ലയർ ഇൻസോൾവൻസി. എന്ന് വെച്ചാൽ എന്തുവാ, ഇപ്പോൾ പോണ വഴിക്ക് വല്ല സുനാമി വന്നാൽ അതങ്ങ് പോയി. അടുത്ത് പോണ വഴിക്ക് ട്രാഫിക് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രക്കിൽ കൊണ്ടുവരുന്നു, രാവിലെ ഇറങ്ങിയതാണ് 8 മണിക്ക്. ഓക്കെ, 10 മണിക്ക് ട്രെയിനിൽ അവിടെ നിന്ന് പോകും. അതിന് മുമ്പ് ഈ സാധനം അവിടെ എത്തി അൺലോഡ് ചെയ്ത് ട്രെയിനിൽ കയറ്റി വിടണം. പക്ഷേ പറഞ്ഞ വഴിക്ക് ട്രാഫിക് ജാം വന്ന് അവിടെ വണ്ടി കൂടി 10 മണി ആയപ്പോഴത്തേക്ക് ട്രാഫിക്കിൽ കിടക്കണതേ ഉള്ളൂ. ആ ട്രെയിന് പോവും, വെയിറ്റ് ചെയ്യില്ല, ട്രെയിൻ അങ്ങ് പോവും. അപ്പൊ ഈ സാധനം കൊണ്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ സപ്ലൈ ചെയിൻ അവിടെ പൊട്ടി തീർന്ന്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇതിൽ വരുന്ന റിസ്ക്. പിന്നെ സപ്ലയർ ഇൻസോൾവൻസി എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമുക്ക് ഈ റോ മെറ്റീരിയൽസ് എടുക്കുന്ന സ്ഥലമാണ് ലൈക്ക് സപ്ലയർ. അപ്പോൾ സപ്ലയർ എന്ന് നമുക്ക് എന്തെങ്കിലും പ്രശ്നം കാരണം റോ മെറ്റീരിയൽസ് കിട്ടിയില്ല. ഓക്കെ, അപ്പൊ എന്തുവാ, മുന്നോട്ട് വല്ലതും നടക്കും? ഇല്ല, നമുക്ക് റോ മെറ്റീരിയൽസ് കിട്ടൂല, പ്രോസസ് ചെയ്യാൻ ഒന്നും കാണൂല, അത് ഔട്ട് ബൗണ്ട് ചെയ്യാൻ ലൈക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഒന്നും പറ്റില്ല, എൻഡ് യൂസറിന് കൺസ്യൂമറിന് പ്രോഡക്റ്റേ കിട്ടൂല. ഓക്കെ, അതാണ് സപ്ലയർ ഇൻസോൾവൻസി. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക, ഞാൻ മാക്സിമം പെട്ടെന്ന് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, ഗുഡ് നൈറ്റ്.